നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണാ. അതൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടോ അങ്ങനെ ഒരു സ്ഥാനം കമ്പനിയിൽ എനിക്ക് വേണമെന്ന് വിശാൽ സാറിനോട് പറഞ്ഞിട്ടോ കിട്ടിയതല്ല. സാറായിട്ട് എന്നെ ആ കസേരയിൽ ഇരുത്തിയതാ. പക്ഷേ എനിക്ക് കിട്ടിയ ആ സ്വർണ്ണാഭരണങ്ങളെക്കാളും കമ്പനിയിലെ എന്റെ പദവിയെക്കാളും ഞാൻ വിലമതിക്കുന്നത് മറ്റൊന്നാ, വിശാൽ സാറിന്റെ ഭാര്യ എന്ന സ്ഥാനം. അതാ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. വിശാൽ സാറിന്റെ ഭാര്യയായിട്ടിരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക, അതാണ് മഹത്തരം. അതുകൊണ്ടാ പലപ്പോഴും ഞാൻ ഓഫീസിലേക്ക് പോവാതെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയുന്നത്. അതാണ് ഒരു ഭാര്യയുടെ കടമ. ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം വിശാൽ സാറിന്റെ ഭാര്യയാവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിലുള്ള സന്തോഷം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, പല്ലവിക്ക് എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്? ആഭരണങ്ങൾ അണിഞ്ഞ് ഇവിടുത്തെ മരുമകളാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതാണോ? ഓഫീസില് ഉയർന്ന ജോലി കിട്ടുന്നതാണോ? അതോ വിപിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വിപിന്റെ ഭാര്യയായി മാത്രം ജീവിക്കുന്നതാണോ? പറയേ, ഏതാ നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? പല്ലവി, നീ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ വിപിനോട് വിശദമായിട്ട് സംസാരിച്ചു. അവനെ ഞാൻ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ കള്ളം പറഞ്ഞ് അവനെ വിവാഹം കഴിച്ചെന്ന് അവനിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിന്നോടുള്ള എല്ലാ വെറുപ്പും അവൻ മറന്നു കഴിഞ്ഞു. ഇനി സ്നേഹത്തോടെ ഐക്യത്തോടെ നിന്നെ ഭാര്യയായി അംഗീകരിച്ച് ജീവിക്കാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. വിപിൻ നിന്നെ ഭാര്യയായി അംഗീകരിച്ചു കഴിഞ്ഞ നീ പിന്നെ ഈ വീടിന്റെ മരുമകൾ തന്നെയല്ലേ മോളെ? വിപിൻ നിന്നെ അംഗീകരിക്കുന്നതോടെ ആഭരണങ്ങളും പദവിയും ഒന്നുമില്ലെങ്കിലും നിന്നെ ഈ വീട്ടിലെ മരുമകളായി പ്രഭാവതി അമ്മ അടക്കമുള്ള സകലരും അംഗീകരിക്കും. പാർവതി പറഞ്ഞ സത്യ. എനിക്കിപ്പോ നിന്നോട് യാതൊരു വിരോധവുമില്ല. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുണ്ടായിരുന്ന വിദ്വേഷമെല്ലാം പാർവതി ഉപദേശിച്ച് മാറ്റിയെടുത്തു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ അവഗണിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ടിനെ ഞാനും നീയും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാം. അത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ആ വാക്കിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. പല്ലവി, ഇനി മരണം വരെ നിന്റെ നല്ല പാതിയായി ഞാനുണ്ടാവും. മതി, എനിക്കിത് കേട്ടാ മതി. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.